ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യവുമായിട്ടാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈ നേരം വരെ നടത്തിയ പിന്നിട്ട കനൽ വഴികളിലൂടെ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വെറും 7 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ കർത്താവ് എന്നെ കണ്ടത് അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരിക്കുന്നതിന് മുമ്പേ എന്നെ കണ്ട ഒരു കർത്താവുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എൻ്റെ പപ്പ തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയാണ്. അമ്മ പാലക്കാട്ടുകാരിയാണ്. അമ്മ ഒരു ഹൈന്ദവ സമുദായത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പപ്പ ഒരു CSI ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അവരുടെ വിവാഹം കഴിഞ്ഞ് കർത്താവ് അവർക്ക് ദാനമായി എന്നെ നൽകി. ആ സമയത്ത് എൻ്റെ അപ്പനും അമ്മയും വിശ്വാസത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ പ്രഗ്നൻസി സമയത്താണ് യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷയുമായിട്ട് സ്വീകരിക്കുവാനിടയായത്. വളരെയധികം വേദനാജനകമായ ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. പപ്പ വളരെയധികം തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. സ്വന്തമായിട്ട് വാറ്റി 10-500 ലിറ്റർ വീട്ടിൽ വാറ്റി കുടിച്ച് അതിൽ കുളിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഇരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ എൻ്റെ അമ്മ ജീവിക്കുന്ന ഒരു സമയം തൊട്ടടുത്തുള്ള ഒരു പെന്തക്കോസ്റ്റ് ആരാധന ആലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രക്ഷയുടെ അനുഭവം ഉണ്ടായി. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് യേശുവിൻ്റെ മകളായി തീർന്നു. അവിടെ വെച്ച് തമിഴ്നാട്ടിൽ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടെ നിന്ന് കർത്താവിൻ്റെ ഒരു പ്രവചന വചനമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് മദ്യപാനമെല്ലാം നിർത്തി വരുന്ന 3 വർഷത്തിനുള്ളിൽ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് ഒരു മനുഷ്യനായി മാറും എന്ന് കർത്താവിൻ്റെ ഒരു ദൂതുണ്ടായിരുന്നു. അവിടെ നിന്ന് കേരളത്തിൻ്റെ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ലയിൽ പുളിങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ കണ്ണൂർ കാസർഗോഡ് അതിർത്തി ഭാഗങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിട്ട് അവർ വരികയാനിടയായി. അപ്പോഴേക്കും ഞാൻ ജനിച്ചു. അന്ന് അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ ജനന സമയം മുതലാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവിനോടുള്ള സമർപ്പണം ആരംഭിക്കുന്നത്. കാരണം ഞാൻ ജനിക്കുന്ന സമയത്ത് എനിക്ക് തലയെല്ലാം ഇങ്ങനെ വീർത്ത് ചീർത്ത് ബലൂൺ പോലെ വീർത്ത് ഈ എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച കുട്ടികളെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെയായിരുന്നു. അങ്ങനെ ജനിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മരിച്ചു, ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചൊരവസ്ഥയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ചികിത്സകൾ മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് സ്വാഭാവികമായൊരു ജീവിതം തിരികെ ലഭിക്കുവാനിടയായി. പിന്നീട് മാതാപിതാക്കൾ ഇങ്ങോട്ട് വടക്കേ അറ്റത്തേക്ക് ഇങ്ങനെ തോട്ടം തൊഴിലാളികളായിട്ട് വരുന്ന സമയത്ത് ശ്വാസം മുട്ടും ജലദോഷവും ഉണ്ടായി പുളിങ്ങം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. ചെറിയൊരു മിടിപ്പ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഓരോ സമയവും അമ്മ പ്രാർത്ഥിച്ചു പറയും, കർത്താവേ, ജീവനോടെ ഇവനെ എനിക്ക് തിരികെ തന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇവനെ തന്നുകൊള്ളാം. ആ സമർപ്പണമായിരുന്നു കർത്താവ് എന്നെ ജീവനോടെ വെച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ വളർച്ചയിൽ മുന്നോട്ട് പോയി. കാസർഗോഡ് ആ അതിർത്തിയിൽ നിന്ന് ഏകദേശം എനിക്ക് ഒരു 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു കൃഷിക്കാരായിട്ട് അവർ വന്നു. അന്ന് അവിടെ തോട്ടം കാര്യങ്ങൾ അവർ പാട്ടത്തിനൊക്കെ എടുത്തത് വലിയ നഷ്ടത്തിലായി.
അങ്ങനെ വന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം, മലപ്പുറത്ത് വന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ചെവിയിലൂടെ പഴുപ്പും രക്തവും വരികയും മൗലാന മാനേജ്മെൻറ്റ്, അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അതിൽ ഡോക്ടർ KS സീതി എന്ന് പറയുന്ന ENT സ്പെഷ്യലിസ്റ്റ് എൻ്റെ തലയോട്ടിയെ പിളർന്നുകൊണ്ട് ഒരു ഓപ്പറേഷൻ പറയുകയാണ് ഉണ്ടായത്. അന്ന് ഏകദേശം 2 ആഴ്ചയോളം മൗലാന ഹോസ്പിറ്റലിൽ ഈ ഒരു രോഗത്തിൻ്റെ കാരണം അഡ്മിറ്റായിട്ട് അതെനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അഡ്മിറ്റായി അന്ന് ഏകദേശം 12,000 രൂപ ബില്ല് വന്നു. ഏകദേശം ഇന്നേക്ക് 25-30 വർഷം മുൻപത്തെ സംഭവമാണ്. അപ്പോൾ അന്ന് എൻ്റെ ഫാദറിന് അവിടെ തോട്ടം തൊഴിലാളിയായി പാട്ടത്തിന് കരാറിന് റബ്ബർ എടുത്തു, അത് നഷ്ടത്തിലായി. കുറച്ച് ദിവസങ്ങൾ ഹോട്ടൽ നടത്തി, അത് നഷ്ടത്തിലായി. അതിൻ്റെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് എന്നെ ചികിത്സിച്ചു. ചികിത്സ കഴിഞ്ഞ് ഏകദേശം അവസാനം അന്ന് ഹോട്ടൽ നടത്തിയ പാത്രങ്ങളടക്കം വിറ്റ് എന്നെ ചികിത്സിച്ച് അവസാനം കയ്യിലുണ്ടായിരുന്നത്, ഫാദർ രാഷ്ട്രീയം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഈ രാഷ്ട്രീയ ഇഷ്ടമുള്ളതുകൊണ്ട് അന്ന് ഉണ്ടായിരുന്നത് റേഡിയോ ആയിരുന്നു, ഒരു ഫിലിപ്സ് റേഡിയോ. അത് വിറ്റിട്ട് 200 രൂപ കിട്ടി, സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിറ്റിട്ട് 200 രൂപ കിട്ടി. ആ 200 രൂപയുമായിട്ട് ഡോക്ടർ KS സീതി, മൗലാനയിൽ ഇന്ന് സൂപ്രണ്ടാണ് അയാൾ, അവിടുത്തെ ഹോസ്പിറ്റലിൽ പഴയ ഡോക്ടറാണ്. ഇന്നും ഞങ്ങളെ പരിചയമുണ്ട്. കാരണം ആ 200 രൂപ കൊണ്ടുപോയി ആ ഡോക്ടറുടെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ പപ്പ എന്നെയും അവിടെ മുന്നിൽ നിർത്തിയിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഇവനെ ചികിത്സിച്ചും ഇവനെ നോക്കിയും ഞങ്ങൾ മടുത്തു. ഈ 200 രൂപ എൻ്റെ കയ്യിലുള്ളൂ, 100 രൂപ ഇവിടെ തരും, 100 രൂപ എനിക്ക് വണ്ടിക്കൂലി വേണം, ഇവനെ നിങ്ങൾ എടുത്തോ എന്ന് പറയണ്ടായി. അമ്മ ആ ഡോക്ടർ ക്യാബിൻ്റെ പുറത്ത് നിന്ന് വളരെയധികം കരഞ്ഞു. അന്ന് ആ ഡോക്ടർ KS സീതി ഒരു വെള്ള പേപ്പറിൽ എന്തെല്ലാമോ എഴുതി ഒരു സീൽ ചെയ്തിട്ട് ക്യാഷ് അടയ്ക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. 1 രൂപ കൊടുക്കാതെ അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായി. അന്ന് ഈ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് 50% സാധ്യത, 50% മരണപ്പെടും, അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം ഉണ്ടാകും, അല്ലെങ്കിൽ 50% അതിൽ വിജയസാധ്യതയുള്ളൂ എന്ന് പറയുണ്ടായി. അന്ന് അവിടെ വെച്ച് വീണ്ടും അമ്മ സമർപ്പിച്ചു, എൻ്റെ കുഞ്ഞ് ജീവനോടെ തരികയാണെങ്കിൽ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും, അവനൊരു ദൈവദാസനായി കാണുവാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ അപ്പം അന്ന് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞിൻ്റെ രോഗം പതിയെ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയായി മുന്നോട്ട് പോയി കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ രോഗം പതിയെ കുറയുകയുണ്ടായി. തുടർച്ചയായ ഉപവാസവും പ്രാർത്ഥനയും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അങ്ങനെ കർത്താവ് എന്നെ വഴി നടത്തി. 10ാം ക്ലാസ് +2 സമയത്ത് പപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശമുള്ളതുകൊണ്ട് ഞാനും ആ വഴിക്ക് തിരിയുകയും ചെറിയ പാർട്ടി സഹായങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സമയം. അന്ന് എനിക്ക് രണ്ട് മുഖമായിരുന്നു. സഭയിൽ കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു ആത്മീയൻ, രഹസ്യമായിട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോകുന്നൊരു സമയം. പക്ഷെ കർത്താവ് എന്നെ ശക്തമായി ഇടപെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുവാനിടയായി. ഞാൻ അപ്പനും അമ്മയൊക്കെ സമർപ്പിച്ചുവെങ്കിലും ഞാനൊരു ജോലിയോടുകൂടിയൊരു സുവിശേഷ വേല, കാരണം ദൈവദാസന്മാരുടെയൊക്കെ കഷ്ടപ്പാട് കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ ആർക്കും അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ജോലിയോടുകൂടിയുള്ള സുവിശേഷ വേല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വർഷം, ഏകദേശം 10 വർഷത്തോളം ഞാൻ ജോലിയുടെ വിവിധ മേഖലകളിലൂടെ ഓടിക്കൊണ്ടിരുന്നു. നല്ല രീതിയിൽ സമ്പാദ്യമുള്ള പലവിധ തൊഴിലുകൾ ഞാൻ ചെയ്തു. പക്ഷേ അവിടെയൊന്നും കർത്താവിനെ നിർത്തിയില്ല. കാരണം ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ മാസം കിട്ടുമ്പോൾ മാസാവസാനം നോക്കുമ്പോൾ 500 തികച്ചെടുക്കാൻ കഴിയില്ല, ഉണ്ടാകുമായിരുന്നില്ല. അപ്പോഴേക്കും വീട് ഒരുപാട് കടം കയറി, ലോണ്, ജപ്തി ഭീഷണി, കടത്തിന് മുകളിൽ കടം, പതിയെ ഭാരം എൻ്റെ തലയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട്
ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ദൈവം എൻ്റെ വഴികളെ അറിയുന്നുണ്ടായിരുന്നു. പല മരണത്തിൻ്റെ വേദനകളിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. മരണം പലപ്പോഴായി കടന്നു വരാനുള്ള സ്ഥാനത്തെല്ലാം കർത്താവിനെ രക്ഷിച്ചു. +2 പാസ്സാകുവാനിടയായി. ഞാൻ പഠിക്കുന്ന കാലത്ത് വലിയ മണ്ടനായിരുന്നു. പക്ഷേ കർത്താവ് ഈ രോഗത്തിൻ്റെ പ്രശ്നങ്ങളും തേക്കേണ്ട സ്കൂളിലേക്ക് പോകുന്നതൊക്കെ വളരെ കുറവായിരുന്നു. എങ്കിലും +2 ഞാൻ പാസ് ആകുവാനിടയായി. 3 പ്രാവശ്യം എഴുതേണ്ടി വന്നത് വേറൊരു കാര്യം, പേപ്പറുകളെല്ലാം പോയിട്ട്. എങ്കിലും ദൈവം അതിനുള്ള കൃപ തന്നു. പിന്നീട് ഞാൻ 2 വർഷത്തെ തിയോളജി പഠനവുമായിട്ട് കൊട്ടാരക്കര കേരള തിയോളജിക്കൽ സെമിനാരിയിൽ 2 വർഷം പഠിച്ച് ഗ്രാജുവേഷൻ ആകുവാൻ, മലയാളം മീഡിയത്തിൽ ഗ്രാജുവേഷൻ ആകുവാൻ ദൈവം സഹായിച്ചു. അവിടെ നിന്ന് എൻ്റെ യാത്ര ഇവിടെ വയനാട്ടിൽ ഗോസ്പിൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രൈബൽ മിഷനറി ആയിട്ട് ജോയിൻ ചെയ്തു. 1 വർഷത്തോളം അവിടെ പ്രവർത്തിക്കാനിടയായി. അതിനു മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ മേലാറ്റൂർ തൂർ ദേശത്ത് IPC കല്ലാമ്പറ ചർച്ചിലൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു മാരേജ്. ഭാര്യയുടെ പേര് ജുബി എന്നാണ്. അതിൽ കർത്താവ് ഞങ്ങൾക്ക് മൂത്തതായിട്ട് ആദ്യമായിട്ടൊരു ആൺകുഞ്ഞിനെ കർത്താവ് തന്നു. ഞങ്ങൾ കുഞ്ഞുമായി ഈ ഗോസ്പിൽ ആക്ഷൻ ഫെലോഷിപ്പ് ഇന്ത്യയുടെ മിഷനറി ആയിട്ട് ദേവാല എന്ന് പറയുന്ന സ്ഥലം, അത് നീലഗിരി ഡിസ്ട്രിക്ട്, തമിഴ്നാടാണ്. അത് ഈ നമ്മുടെ വയനാട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ഈ നാടുകാണി ചുരത്തിൻ്റെയൊക്കെ മുകൾ ഭാഗം. അവിടെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. 2-3 കുടുംബങ്ങൾ കൊച്ചു ചർച്ചിലുണ്ടായിരുന്നു. വളരെയധികം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു രാത്രിയിൽ കുഞ്ഞ് വൈഫിൻ്റെ വീട്ടിൽ വിരുന്നിന് കുഞ്ഞും വൈഫുമായിട്ട് പോയിരുന്നവർ മടങ്ങി വന്ന് ഒരു ദിവസം, അന്ന് ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അർദ്ധരാത്രി ഒരു 12 മണി സമയത്ത് അവന് ജലദോഷവും പനിയും ഒക്കെ കൂടി. കയ്യിലുണ്ടായിരുന്ന മരുന്നെല്ലാം കൊടുത്തു. പക്ഷേ കുഞ്ഞ് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാനും തളർന്നു വീഴുവാനിടയായി. വെളുപ്പാങ്കാലം ഏകദേശം 3-4 മണി സമയത്ത് തൊട്ടടുത്ത് ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഗൂഡല്ലൂരിലെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സമയം. അതിനിടയിൽ ആദ്യം ഞങ്ങളൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അതിൽ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് പോണ വഴിക്ക് തന്നെ പ്രിയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അതിൽ കാണിച്ചു. അവിടെ നിന്നെല്ലാം തിരിച്ചു വിട്ടു. പുഷ്പഗിരി ഹോസ്പിറ്റൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ നല്ലൊരു ഹോസ്പിറ്റലാണ്. അതിലേക്ക് ഞങ്ങൾ ഓട്ടോയിൽ പോകുന്ന സമയത്തിൻ്റെ ഇടയിൽ ഓട്ടോ കംപ്ലൈൻ്റ് ആയി. മറ്റൊരു ഓട്ടോ വിളിച്ച് കയറി പോകുമ്പോഴേക്കും ഇരുട്ട് നിറഞ്ഞ സമയമാണ്, കോടമഞ്ഞ് കൂടുതലാണ്. കുഞ്ഞിന് ന്യൂമോണിയ ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത്. ഈ ന്യൂമോണിയ ബാധിച്ച് കുഞ്ഞിൻ്റെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. അന്തരീക്ഷത്തിലും ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു. ഈ ദേവാല ഗൂഡല്ലൂർ ഭാഗങ്ങൾ എപ്പോഴും ഈ മഞ്ഞിൻ്റെ വളരെ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാമതൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ വാതിലിലേക്ക് കയറുന്ന സമയം അവളുടെ മടിയിൽ തലവെച്ച് കിടന്ന് എൻ്റെ മടിയിലേക്ക് തലവെച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു കുഞ്ഞ്. ആ സമയം ഞങ്ങളെ വിട്ട്, ഇന്നേക്ക് ഒരു 3 വർഷം മുൻപ് ഞങ്ങളെ വിട്ട് പോകുവാൻ ഇടയായി. അങ്ങനെ എൻ്റെ മടിയിൽ കിടന്ന കുഞ്ഞ് മരണപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനാജനകമായ മിഷൻ പ്രവർത്തനത്തിൽ ഏറ്റവും വേദനാജനകമായ, ഇന്നും ഓർക്കുമ്പോൾ നീറുന്ന ഒരു വേദനയാണ് എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ മരണം. ആ മരണത്തോടു കൂടിയാണ് ഞാൻ പിന്നീട് ദേവാല വിട്ട്, അതായത് വൈഫിന് പിന്നീട് കുഞ്ഞിൻ്റെ ഓർമ്മകളും ഒക്കെയായിട്ട് വളരെയധികം മാനസികമായ സംഘർഷം അങ്ങനെ ഉടലെടുത്തു. വളരെയധികം വേദനകളിലൂടെ കടന്നുപോയി. വേദനാജനകമായൊരു അന്തരീക്ഷം. അപ്പോൾ ആ മിഷൻ ഒന്ന് മാറ്റി പിടിക്കണം, അവിടെ നിന്ന് ഇറങ്ങണം, ഹൈ റേഞ്ച് വിടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇമ്മാനുവൽ എന്ന് പറഞ്ഞ പാസ്റ്റർ ഉണ്ടായിരുന്നു, ഏജിയിലെ പാസ്റ്ററാണ്. അവർ എന്നെ ഏജിയിൽ പരിചയപ്പെടുത്തി ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഇറങ്ങിയ സമയത്ത് എനിക്ക് കർത്താവ് ഒരു പ്രവചന ദൂത് തന്നിരുന്നു. അതായത് ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പാസ്റ്റർ മനോജ് കുഴിക്കാല എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്.
കൊല്ലത്ത്. അവരുടെ ചർച്ചിൽ ചെന്ന് ഉപവസിക്കുകയാണ്. അന്ന് 17-ാമത്തെയോ 15-ാമത്തെയോ ദിവസം വന്ന ഒരു ദേവദാസനോട് ഇങ്ങനെ പറയുകയുണ്ടായി, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരിടത്ത് കർത്താവ് നിന്നെ കൊണ്ടു ചെന്നാക്കും, അനേകരെ നീ കർത്താവിന് വേണ്ടി നേടും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഒരു പ്രവചനം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കുഞ്ഞിൻ്റെ മരണശേഷം എന്താണെന്ന് അറിയില്ല, പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയാണോ എന്താണെന്നറിയില്ല, ഞാൻ കണ്ണൂരിൻ്റെ പ്രദേശത്തേക്ക് എനിക്ക് ഒരു ചർച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു സുവിശേഷകനായിട്ട് എന്നെ നിയോഗിക്കുവാനിടയായി. ഇവിടെ കണ്ണൂരിൽ കോളയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദേശങ്ങളിൽ 70% ക്രിസ്ത്യൻസും ഉള്ള ഒരു ക്രിസ്ത്യൻ സാമുദായിക ആളുകൾ താമസിക്കുന്ന ഇടമാണ്. വളരെ ശാന്തം ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും വെട്ടും കുത്തും അടിയും ബഹളവും ഒക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇതുവരെ ഞങ്ങളെ അത്ഭുതകരവും അതിശയകരമായി വഴി നടത്തി. എൻ്റെ ഒരു ചെറിയ അനുഭവ സാക്ഷ്യം ഇതാണ്. ഒരുപാട് വേദനാജനകമായ വഴികളിലൂടെ, കനൽ വഴികളിലൂടെ നടക്കുവാൻ ഇടയായി. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇവിടെ 25 വർഷത്തോളമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിലും ഇവിടെ ഒരു ചർച്ച സ്ഥാപിക്കുവാനോ അനേകരെ നേടുവാനോ ഒന്നും കഴിഞ്ഞില്ല. ഞാൻ വരുന്നതിന് മുൻപ് കുറച്ച് പേരുണ്ടായിരുന്നു. അത് പലവിധ സഭകളിലേക്ക് അവർ പിരിഞ്ഞു പോയി. കാരണം ആ കൊറോണയുടെ സമയത്ത് അത് ചില സഭയുടെ ശ്രദ്ധക്കുറവ് ഉണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പോയി. നിലവിലാരും ഇവിടെ കടന്നു വരാനില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവ ഭാഗം. എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് എന്നെ കേൾക്കുന്നവർ എനിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഇവിടുത്തെ മിഷനറി ഓർത്ത് പ്രാർത്ഥിക്കുക. എത്രയധികം വേദനകളിലൂടെ കടന്നു പോയാലും ജീവിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി എന്നുള്ള ആ ദൈവവചനം, ആ ഒരു ആപ്തവാക്യം എപ്പോഴും എൻ്റെ ഉള്ളിൽ വരും. വിട്ടുപിരിയാതെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ മിഷനെ ഒന്ന് സഹായിക്കുക. ഒരു 50 പേരായാലേ നമുക്ക് ലൈവ് വിടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. നമ്മൾ 50 പേരിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് കർത്താവ് ചെയ്താൽ ചെയ്യട്ടെ. ലൈവ് പ്രോഗ്രാമുകൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് കുടുംബമായിട്ടായിരിക്കുന്നുവെങ്കിലും ഞായറാഴ്ചകളിൽ ഞങ്ങൾ പാടും, പ്രാർത്ഥിക്കും, പ്രസംഗിക്കും. എൻ്റെ വൈഫാണ് എൻ്റെ വിശ്വാസി ഇപ്പോൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മിഷനിൽ സഹായിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.